കൊച്ചിയിൽ നിന്ന് ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് BPSC 134-ന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. ഇതിൽ ബേസിക് ആയിട്ടുള്ള എലിമെന്റ്സ് എന്തൊക്കെയാണ്? അതായത് നാഷണൽ പവർ അല്ലെങ്കിൽ ദേശീയ ശക്തി, ദേശീയ ഇൻട്രസ്റ്റ്, എങ്ങനെയാണ് ഈ പവറിനെ ബാലൻസ് ചെയ്യുന്നത്, കളക്റ്റീവ് സെക്യൂരിറ്റി, ഇത് നാലുമാണ് ഒരു ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിൽ ആദ്യമായിട്ട് അത്യാവശ്യമായിട്ടുള്ള 4 ഘടകങ്ങൾ. ഈ 4 ഘടകങ്ങളെ പറ്റിയായിരിക്കും ഇന്ന് പരാമർശിച്ച് പോവുക. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ഈ നാഷണൽ പവർ അല്ലെങ്കിൽ ഈ എന്തിനാണ് ഇത് ആവശ്യമുള്ളതെന്ന് നമുക്ക് അന്വേഷിക്കണം. കാരണം ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ശക്തികൾ ഉണ്ടാവും, നാഷണൽ ഇൻട്രസ്റ്റും ഉണ്ടാവും. അപ്പൊ അവന്റെ പവർ എന്ന് പറയുന്നത് അവരുടെ എത്രത്തോളം സെക്യൂരിറ്റി, അതായത് ആ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സെക്യൂരിറ്റി എത്രത്തോളം സ്റ്റേറ്റിന്റെ സെക്യൂരിറ്റി അവർക്ക് കൊടുക്കുന്നോ, മാക്സിമം ആയിട്ട് നാഷണൽ ലെവലില് എന്ത് ഇൻട്രസ്റ്റ്, പിന്നെ ഇത് കൂടാണ്ട് ഇന്റർനാഷണൽ ലെവലില് സമാധാനവും ഒരുമിച്ച് പോകുന്നുണ്ടോ, ഹാർമോണിയസ് ആയിട്ട് പോകുന്നുണ്ടോ, ഇതിനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിന്റെ അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റിന്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് നോക്കേണ്ടത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, റിസ്ക് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും അതിന്. അതായത് എത്രത്തോളം ഒരു വീഴ്ച ഉണ്ടാവാണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഈ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ. അപ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റത്തില് ബാലൻസ് ഓഫ് പവർ എന്നൊന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ബാലൻസ് ചെയ്ത് പോവുക, ഒരു മെക്കാനിസം വേണം. ആ മെക്കാനിസം കൊണ്ട് ഒരു വാർ ഉണ്ടാവാണ്ട് അല്ലെങ്കിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാണ്ട് നമ്മൾ എത്രത്തോളം പവറിനെ ബാലൻസ് ചെയ്തു പോകുന്നു, എന്നാൽ നമ്മുടെ അവരവന്റെ രാജ്യത്തിന്റെ ശക്തിനെ എത്രത്തോളം നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നെ നമുക്ക് നോക്കേണ്ടത് കളക്റ്റീവ് ആയിട്ടുള്ള സെക്യൂരിറ്റിയാണ്. അതായത് ആ പ്രിൻസിപ്പിൾ കളക്റ്റീവ് ആയിട്ടുള്ള സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയോടെ എല്ലാവർക്കും വേണ്ട സെക്യൂർ ആയിട്ടുള്ള, അത് ഒരു രാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ ആയിരിക്കണം. ആ പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിരിക്കണം. അവർ രാജ്യത്തിന്റെ ബോർഡേഴ്സ് പ്രൊട്ടക്ട് ചെയ്യണം, ഇൻസൈഡിൽ ഇൻഫിൽട്രേഷൻ വരാണ്ടിരിക്കണം, നുഴഞ്ഞുകയറ്റക്കാരെ നോക്കണം. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന് അതിന്റെ സെക്യൂരിറ്റി മെഷേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥാനം കൊടുക്കുകയും അതിന് വേണ്ട ബഡ്ജറ്റ് മാറ്റിയും അതേമാതിരി തന്നെ അതിന് വേണ്ട ആക്ഷൻസ് എടുക്കുകയും ചെയ്യണം. അതാണ് നമ്മൾ ഈ നമ്മളുടെ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ ഓരോ വർഷത്തെയും ബഡ്ജറ്റിൽ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വേരിയേഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രിൻസിപ്പിളിനെയാണ് എല്ലാം കൂടെ ഒരുമിച്ചുള്ളതിനെയാണ് നമ്മൾ കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറയാം. നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി ഉണ്ട്. അതായത് അതെന്താന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് മുഴുവനും ഒരു അടുത്ത രാജ്യത്തിനെ ഡെവലപ്ഡ് ആയ രാജ്യം അതർക്ക് അഗ്രഷൻ പാടില്ല, അല്ലെങ്കിൽ ഒരു കാരണവശാലും അനാവശ്യമായിട്ട് അറ്റാക്ക് ചെയ്യരുത്. ആ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ബാലൻസ് ഓഫ് പവർ അവിടെ ബ്രേക്ക് ചെയ്യാണ്. അത് മാത്രമല്ല, നമ്മൾ ഒരു നാഷണൽ പവർ അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു, ഇതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഒരു വേറൊരു രാജ്യത്തിന് അറ്റാക്ക് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് വളരെ കീനായിട്ട് എവിടെയെങ്കിലും ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ വരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വളർന്ന് വലുതായി ഒരു യുദ്ധമായിട്ട് വരാൻ പാടില്ല, മഹായുദ്ധമായിട്ടും. നമ്മളുടെ 2 വേൾഡ് വാർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി മൂന്നാമതൊരു വേൾഡ് വാർ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ആവും ഇന്റർനാഷണലി, അതായത് ഗ്ലോബലി അത് എഫക്റ്റ് ആവും. അതുകൊണ്ടാണ് UN ഇത്ര കാര്യമായിട്ട് അതിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ പവർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്സിലെ റെഗുലേറ്ററി സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഇന്റർനാഷണൽ മെക്കാനിസത്തിൽ വഴി ആ പവറിനെ അല്ലെങ്കിൽ ആ ദേശീയ ശക്തിനെ നമ്മൾ ഒരു സൈക്കോളജിക്കൽ റിലേഷൻഷിപ്പ്, അവിടെ ആര് അനുഭവിക്കുന്നു, ആരാണോ അനുഭവിക്കപ്പെടുന്നത്, ഇത് രണ്ടിനും കൂടെ ഒരു റിലേഷൻ ഉണ്ട്. ആ ശക്തി, ഇന്റർനാഷണൽ ശക്തിയിൽ അല്ലെങ്കിൽ അവനവന്റെ സ്റ്റേറ്റിന്റെ ശക്തിനെ ആര് ഭരിക്കുന്നു, അവരുടെ പ്രവർത്തികൾ കാരണം ആർക്ക് അനുഭവപ്പെടുന്നു, ഇതിനാണ് ഇവിടെ നമ്മൾ വളരെ കാര്യമായിട്ട് നോക്കേണ്ടത്. ഏത് വരുമ്പോഴും
പവറിന്റെ അല്ലെങ്കിൽ ആ ശക്തിനെ ഇമ്പോസ് ചെയ്യാൻ പാടില്ല. അതായത് വേറൊരു ആളുടെ മേലിൽ, വേറൊരു ആൾക്കാരുടെ മേലിൽ ഞങ്ങളുടേതായ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക, അതാണ് ഇമ്പോസ് ചെയ്യുന്നതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ പണിഷ്മെന്റ് ആയി പോവും. ഈ പറയുന്ന ഒരു ഇമ്പോസ് ചെയ്തു വരുമ്പോൾ അത് താല്പര്യമില്ലാത്തവരുടെ മേലിൽ എപ്പോഴാണോ ഈ നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ദേശീയ ലെവലിലുള്ള പവർ അല്ലെങ്കിൽ ശക്തി അത് ഇൻഫ്ലുവൻസ് ആവും. ഓരോരുത്തരുടെയും ബിഹേവിയറിൽ അത് അവനവന്റെ ബിഹേവിയറിൽ കൂടെ പോകുന്നതിന് മാറിപ്പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ എബിലിറ്റി അല്ലെങ്കിൽ ഈ ശക്തി എങ്ങനെയാണ് മനുഷ്യൻ പരസ്പരം ഉപയോഗിക്കേണ്ടതെന്ന് കൂടെ എടുത്തു പറയുന്നുണ്ട്. അതായത് ടോട്ടൽ ആയിട്ടുള്ള പോപ്പുലേഷൻ, ജനസംഖ്യയുടെ അവരുടെ എത്രത്തോളം ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ ടോട്ടൽ ജനസംഖ്യ എത്രയാണ്, അവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അവർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെയാണ്, പിന്നെ സിവിൽ ആയിട്ടുള്ള ഡിവോഷൻസ് ഉണ്ടോ, ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഓരോ അതിൻ്റെതായ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ടോ, ടെക്നിക്കൽ ആയിട്ടുള്ള അറിവുണ്ടോ, നാഷണൽ ക്യാരക്ടറിൽ ക്വാണ്ടിറ്റേറ്റീവിലും ആ എലിമെന്റ്സ് ആ ടോട്ടൽ സ്ട്രെങ്ത്തിന്റെ, അതായത് രാജ്യത്തിന്റെ ടോട്ടൽ സ്ട്രെങ്ത്തിൽ ഈ നാഷണൽ ക്യാരക്ടർ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. അപ്പൊ ഈ നാഷണൽ പവർ അല്ലെങ്കിൽ ദേശീയ ശക്തിയില് ഒരു എബിലിറ്റി ഉണ്ടാവണം. ഈ എബിലിറ്റി എന്താന്ന് വെച്ചാല് ഈ രാജ്യത്തിന് അവരുടേതായ എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ഇത് സെക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇത് സെക്യൂർ ചെയ്താൽ മാത്രമല്ല ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് എങ്ങനെയായിരിക്കും ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോവുക. അങ്ങനെ റിലേഷൻഷിപ്പ് കൊണ്ടുപോയാൽ ഒരു അമിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പരമായ പുരോഗതി എല്ലാവർക്കും വേണ്ടതാണ്. പക്ഷെ ആ പുരോഗതി നമ്മളുടെ രാജ്യം ഭരിക്കാൻ വേണ്ടി വേറൊരു രാജ്യത്തിന്റെ സമാധാനവും സന്തോഷവും കെടുത്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം. ഇതിൽ ഈ ത്രെട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും യുക്രൈനിൽ നടക്കുന്നത് എത്ര മാസങ്ങളായിട്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ അവിടുത്തെ റിസോഴ്സസ് ആയ ഹ്യൂമൻ റിസോഴ്സസ് ഡിസ്ട്രോയ് ആവും. ഇൻഫ്രാസ്ട്രക്ചർ, ഒരു രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ ഡെവലപ്മെന്റിൽ, അത് ഡിസ്ട്രോയ് ആവും. അതേമാതിരി തന്നെ അവരുടെ നാച്ചുറൽ റിസോഴ്സസ് സ്പോയിൽ ആവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും യുദ്ധം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അപ്പോ ഈ നാഷണൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നമ്മളുടെ കുവൈറ്റ് വാർ ടൈമില് കുവൈറ്റ് മുഴുവൻ ഓയിൽ വെൽസ് ആണ്. അപ്പൊ കുവൈറ്റ് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും അവരെന്താ ചെയ്ത, ഇറാഖില് അവരുടെ ഓയിൽ വെൽസിലാണ് തീ ഇട്ടിട്ട് പോയത്. ഓയിൽ വെൽസിലേക്ക് വെല്ലാണ്, അതായത് ഓരോ മണ്ണ് കുഴിച്ചു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്നത് വെള്ളമല്ല, ഓയിലാണ്. അപ്പൊ അത്രത്തോളം നാച്ചുറൽ ഡെപ്പോസിറ്റ് അവിടെയുള്ള സ്ഥലത്ത് തീ വിഡ്രോ ചെയ്യുന്ന സമയത്ത് സദാം ഹുസൈൻ അവിടെയൊക്കെ തീ ഇട്ടിരുന്നു, ഫയർ ഇട്ടിരുന്നു. ആ ഫയർ, ഓയിൽ വെൽസിലുള്ള ഫയർ മുഴുവൻ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഡേ ആൻഡ് നൈറ്റ് ബേൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എത്രത്തോളം പൊല്യൂഷൻ ഉണ്ടാവും. നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ ഓയിൽ വെൽസിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് പോകുമ്പോൾ അത് ഫ്യൂച്ചറിനെയാണ് എഫക്ട് ചെയ്യുന്നത്, പൊല്യൂഷനാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന്റെ പവറിനെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നാച്ചുറൽ റിസോഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഈവിൾ തോട്ടാണ്, ഒരു നെഗറ്റീവ് ഉള്ള ഒരു ഇഫക്റ്റ് ആണത്. അതെന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിന്റെയൊക്കെ പരിണാമങ്ങൾ എന്താണെന്ന് നേരിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനെ എടുത്ത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പോ അങ്ങ് ചൂടെടുക്കും, വെൽസ് അങ്ങോട്ട് കത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചൂടാണ്. വീടിന്റെ അകത്തൊക്കെ നമ്മള് കാർബൺ പേപ്പർ ഒട്ടിച്ചാൽ കൂടെയും ചൂടെടുക്കും. പലവിധ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോ അങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവൽ വേറൊരു രാജ്യത്തിന് ഓയിൽ വെൽസിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. കാരണം അവരുടെ പവറിനെ, അവരുടെ ഓയിൽ വെൽത്തിനെ ഡിസ്ട്രോയ് ചെയ്യുക, അതായിരുന്നു പ്ലാൻ. അപ്പോ ഇങ്ങനെ വരുമ്പോൾ ഈ ഫാക്ടേഴ്സ്, എബിലിറ്റീസ്, കപ്പാസിറ്റീസ് ഉണ്ടല്ലോ, നല്ല കപ്പാസിറ്റീസ് ഉണ്ട്, അതിനെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം.
അത് മാത്രമല്ല ഓരോ ഫാക്ടേഴ്സും നാഷണൽ പവർ അല്ലെങ്കിൽ എലിമെന്റ്സ് ഓഫ് പവർ എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ ആ ശക്തിനെ നേഷന്റെ ആ പ്രത്യേകമായിട്ടുള്ള ആ നേഷന്റെ ശക്തിനെ കെയർഫുൾ ആയിട്ട് ഉപയോഗിച്ചിട്ട് വേണം അവർ പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ ഡെവലപ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ എന്ന് പറയാണ്. ഇനി ആ എലിമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ എലിമെന്റ്സ് എന്ന് വരുമ്പോൾ ടെമ്പററി ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ രണ്ട് വിധത്തിലാണ് എലിമെന്റ്സിനെ കാണുന്നത്. ഒന്നാമത്തത് നാച്ചുറൽ ആയിട്ടുള്ളത്, പിന്നെ രണ്ടാമത്തത് സോഷ്യൽ ആയിട്ടുള്ള ഡിറ്റർമിൻസും. ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഡിവിഷനിൽ പറയുമ്പോൾ എലിമെന്റ്സിനെ നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന് ആ രാജ്യത്തിന്റെ ജോഗ്രഫി, രണ്ട് റിസോഴ്സസ്, മൂന്ന് പോപ്പുലേഷൻ. ഇനി സോഷ്യൽ ആയിട്ടുള്ള എലിമെന്റ്സിൽ എന്താ നോക്കിയാലോ, അവരുടെ എക്കണോമിക് ഡെവലപ്മെന്റ്, അതായത് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള സ്ട്രക്ചേഴ്സ്, പിന്നെ നാഷണൽ ആയിട്ട് അവർക്കൊരു മൊറയിൽ ഉണ്ടാവും. ഇത് മൂന്നുമാണ് നമ്മൾ സോഷ്യൽ എലിമെന്റ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതിൽ കൂടെ ഇതിനെ രണ്ടിനെയും നമ്മൾ കാണാൻ പറ്റുന്ന വിധത്തിലും അല്ലെങ്കിൽ ഒന്ന് കാണാൻ പറ്റാത്ത വിധത്തിലുമുള്ള എലിമെന്റ്സ് ആണ്. അതായത് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ജോഗ്രഫി കാണാൻ പറ്റും, നാച്ചുറൽ റിസോഴ്സസ് അറിയാൻ പറ്റും, പോപ്പുലേഷൻ അറിയാൻ പറ്റും. പക്ഷെ കാണാൻ പറ്റാത്ത എലിമെന്റ്സ്, നാഷണൽ പവർ എന്ന് പറയുമ്പോൾ അവരുടെ നാഷണൽ ലെവലിലുള്ള ഒരു മൊറയിലുണ്ട്, ഒരു ബൂസ്റ്റർ ഉണ്ട്, അവിടെ ഒരു ഫീലിങ്സ് ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റില്ല, അത് മനുഷ്യർക്ക് പറഞ്ഞാലേ മനസ്സിലാവും. സാധാരണ നമ്മൾ ഇന്ത്യൻ രാജ്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് ഒരു ക്ഷമാശീലമുണ്ട് എന്ന് പറയാറുണ്ട്. മാത്രമല്ല സഹനശക്തിയും കൂടുതലാണ് ഇന്ത്യ. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇത്രയും കാലം വർഷങ്ങളോളം നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടും ക്ഷമിച്ച് സഹനശക്തിയോടെ ഇരുന്നുകൊണ്ടാണ് ഫൈനലി നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടാനുള്ള കാരണമുണ്ട്. അപ്പൊ ഇതൊക്കെ ഇൻടാഞ്ചിബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ദൃഷ്ടിയാ നോക്കിയാൽ കാണാൻ പറ്റില്ല, അത് നമ്മളുടെ സ്വഭാവമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ഐഡിയോളജിക്കലി സ്വഭാവമായി മാറുകയും സൈക്കോളജിക്കലി അത് നമ്മളെ വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അതേമാതിരി മൊറയില്, ഒരാളുടെ പേഴ്സണാലിറ്റി, ക്വാളിറ്റി ഓഫ് ഡിപ്ലോമസി, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഇൻടാഞ്ചിബിളിലേക്ക് കൊണ്ടുവരാം. കാണാൻ പറ്റാത്തതും പക്ഷെ അനുഭവിക്കുന്നതും, അതാണ് അതിന്റെ അർത്ഥം. ഇവിടെ നാഷണൽ പവറിൽ അല്ലെങ്കിൽ ദേശീയ ശക്തിയിൽ നമ്മൾ എന്തൊക്കെയാ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ജോഗ്രഫി ഇൻക്ലൂഡ് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞു. നാച്ചുറൽ ആയിട്ട് റിസോഴ്സസ്, നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ വസ്തുക്കൾ എന്തൊക്കെയാ കിട്ടുന്നത്, ഫുഡ്, പോപ്പുലേഷൻ, ഇത് രണ്ടും നാച്ചുറൽ റിസോഴ്സസിൽ വരുന്നതാണ്. പിന്നെ എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് എക്കണോമിക് ഡെവലപ്മെന്റ് വെച്ചാൽ പണവിധത്തിൽ അല്ലെങ്കിൽ ധനപരമായ ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി, എത്ര ഇൻഡസ്ട്രീസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, എത്ര കപ്പാസിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എത്രത്തോളം മിലിറ്ററി പ്രിപ്പയർനെസ് നമുക്കുണ്ട്, എത്രത്തോളം ഐഡിയോളജി ഉണ്ട്, എത്രത്തോളം ലീഡർഷിപ്പ് ഉണ്ട്, എത്രത്തോളം ഓർഗനൈസേഷനും ക്വാളിറ്റി, ഗവൺമെന്റിന്റെ ക്വാളിറ്റി എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ അതിൽ നോക്കുന്നത്. അപ്പോ നാഷണൽ ക്യാരക്ടറിലും നാഷണൽ മൊറയിലും അതുമൊക്കെ നമ്മൾ ഒന്നൊന്നായിട്ടാണ് നമ്മൾ ഇനിയിപ്പോ എടുത്ത് പരാമർശിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ജോഗ്രഫിനെ പറ്റിയാണ്. ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സ്ഥലം. അത് പെർമനന്റ് ആണ്, ഒരിക്കലും മാറാൻ പോകുന്നത്. ഇന്ത്യയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഭാരതം എന്നുള്ളത് പാർട്ടീഷന് മുമ്പ്, അതായത് വളരെ 1947 പാർട്ടീഷന് മുമ്പ് വളരെ വലുതായതായിരുന്നു. പക്ഷെ 1947 ഈ ടു നേഷൻ തിയറി കാരണം അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ അതിന്റെ പല ഭാഗങ്ങൾ, ഈസ്റ്റ് ഭാഗവും വെസ്റ്റ് ഭാഗവും മാറിപ്പോയി. അപ്പൊ അങ്ങനെയാണ് ആ ജോഗ്രഫി ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അത് പെർമനന്റ് ആണ്, നാച്ചുറൽ ആണ്, അതിന്റെ പവർ കൂടുതലാണ്. ഇനി ഈ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നെപ്പോളിയൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഒരു കൺട്രിയുടെ ഘടകങ്ങൾ അതിന്റെ ജോഗ്രഫീനെ അപേക്ഷിച്ചിരിക്കും. എത്രത്തോളം വലുതാണോ ആ രാജ്യത്തിന്റെ നാഷണൽ പവർ അത്രത്തോളം വലുതാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ സൈസ്, അതിന്റെ ലൊക്കേഷൻ, അതിൽ അനുഭവിക്കുന്ന ക്ലൈമറ്റ്,
ടോപ്പോഗ്രാഫി, ലാൻഡിന്റെ അപ്സ് ആൻഡ് ഡൗൺസ്, ടോപ്പോഗ്രാഫി, ബൗണ്ടറീസ്, ഇതൊക്കെ ആ ജോഗ്രഫിക്ക് അകത്ത് വരുന്നു. ഇനി സൈസ് പറയുകയാണെങ്കിൽ എത്രത്തോളം വലുതായിരിക്കുമോ ആ ഡിഫെൻഡിങ് ഫ്രോണ്ടിയേഴ്സിനെ അവർ അറ്റാക്ക് ചെയ്യാനും അതേമാതിരി തന്നെ ബെനിഫിഷ്യൽ ആണ്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് എന്തൊക്കെ ഉണ്ടോ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ അതിൻ്റെ അവതാരമായ അതിൻ്റെ വലിയ രാജ്യമാണെങ്കിൽ പോപ്പുലേഷനും അതുമനുസരിച്ചിരിക്കും. കൂടാതെ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സസ് ഉണ്ടാക്കാം. ആ വലിയ കമ്പനികൾ ഉണ്ടാക്കാനും അതും പറ്റും. ലാർജ് വലിയ സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് നാച്ചുറൽ റിസോഴ്സസും കൂടി ഉണ്ടെങ്കിൽ ക്ലൈമറ്റും നമ്മളുടെ ടോപ്പോഗ്രഫിയും നമുക്ക് ഒത്തുപോവുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഇന്റർനാഷണൽ ആയിട്ട് അവർക്ക് പുരോഗതി ഉണ്ടാവും. അതേസമയം നമ്മൾ USA പറയുന്നു. യുഎസ്എനെ പറ്റി അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക റഷ്യയെക്കാട്ടിലും പവർഫുൾ ആണെന്ന് പറയുന്നതിന്റെ കാരണം റഷ്യക്ക് വലിയ ടെറിട്ടറി ഉണ്ടായിട്ടും പക്ഷെ നാച്ചുറൽ റിസോഴ്സസ് കുറയുന്നു. അതേമാതിരി തന്നെ ഇസ്രായേൽ ചെറുതാണ്, സൈസിൽ നോക്കിയാൽ ചെറുതാണെങ്കിലും അവരുടെ ഡിഫൻസ് മെക്കാനിസം വളരെ സ്ട്രോങ് പവർഫുൾ ആണ്. ഇനി ലൊക്കേഷൻ, ഓരോ രാജ്യം കിടക്കുന്ന സ്ഥലം, ആ പൊസിഷൻ നോക്കുമ്പോൾ, ലൊക്കേഷൻ നോക്കുമ്പോൾ ഇംഗ്ലണ്ട് എന്തുകൊണ്ടാണ് നേവൽ സുപ്പീരിയോറിറ്റി കാണിക്കാമെന്ന്? കാരണം അവരുടെ രാജ്യത്തിന് അവരുടെ ലൊക്കേഷന് ചുറ്റും കടലാണ്. അപ്പൊ അവർക്ക് അവിടെ നേവിയുടെ ഡെവലപ്മെന്റ് പവർ കുറച്ച് കൂടുതലായി. USA കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലൊക്കേഷൻ കാരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇത്തിരി ഐസൊലേഷൻ ഉണ്ട്, ഒറ്റപ്പെട്ട് കിടക്കുന്നു. അതേസമയം കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് അടുത്താണെങ്കിൽ കൂടിയും അതിനെ ഒരു സൂപ്പർ പവർ ആയിട്ട് ഡെവലപ്പ് ആയിട്ടില്ല. അവിടെയും ക്ലൈമറ്റ് ഒരു ഫാക്ടറാണ്. ആ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും? ക്ലൈമറ്റ് കാരണമാണ് ഫുഡ് പ്രൊഡക്ഷൻ വരിക. ആ ഫുഡ് പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ സാമ്പത്തികം ഡെവലപ്പ് ആവും, അതേമാതിരി കൾച്ചറും ഡെവലപ്പ് ആവും. അപ്പോ കോൾഡ് ആയിട്ടുള്ള ആർട്ടിക് സോണോ എക്സസീവ് ഹീറ്റ് ആയിട്ടുള്ള സഹാറയോ, ഇത് രണ്ട് തരത്തിലാണ് ഈ ഡെവലപ്മെന്റിനെ, രണ്ട് തരത്തിലുള്ള ക്ലൈമറ്റ് കൊണ്ട് വ്യതിയാനം, അതുകൊണ്ട് അവിടെ അവരുടെ ഡെവലപ്മെന്റ് കുറച്ച് താന്നിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടോപ്പോഗ്രാഫി. സമനിലവും ആർട്ടിഫിഷ്യൽ ബൗണ്ടറീസും ഒരു എക്സ്പാൻഷന് വണറബിൾ ആണ്. അതായത് അറ്റ്ലാന്റിക്കും പസഫിക് ഓഷനും നമ്മൾ ഭൂചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റിക്കും പസഫിക് ഓഷനും അമേരിക്കക്ക് സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിമാലയാസ് നമ്മളുടെ നോർത്ത് ഭാഗമായ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് നമ്മളെ ബോർഡേഴ്സിൽ, നോർത്ത് ഇന്ത്യയുടെ ബോർഡേഴ്സിൽ അതൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. കൂടുതൽ എന്താ പറയാ ഇൻവേഷന് കുറവ് വരാനുണ്ടായിരുന്ന കാരണം ഈ സ്ട്രെച്ച് ഓഫ് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ആണ്. ഇനി ഓരോ രാജ്യത്തിന്റെ ബൗണ്ടറി, അതിർത്തികൾ, ഈ അതിർത്തികളെ പറ്റി പറയുമ്പോൾ ഓരോ രാജ്യത്തിനും അവൻ്റെതായ നാച്ചുറൽ ആയിട്ടുള്ള സെറ്റിൽഡ് ബൗണ്ടറീസ് ഉണ്ട്. അതിനെ ഫ്രണ്ട്ലി ആയിട്ടോ കോപ്പറേറ്റീവ് ആയിട്ടോ എങ്ങനെ അടുത്ത രാജ്യത്തിന്റെ കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു. അൺസെറ്റിൽഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് എപ്പോഴും അതിർത്തി തർക്കത്തിന് വരുമ്പോൾ, അതിർത്തി തർക്കം വന്നാൽ അൺസെറ്റിൽഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് അവിടെ അതിർത്തി പറ്റിയുള്ള തർക്കം വരും. ആ തർക്കം വരുമ്പോൾ അത് നാഷണൽ ആയിട്ടുള്ള അവരുടെ ശക്തിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ പരാമർശിക്കാൻ പോകുന്നത് നാഷണൽ റിസോഴ്സസിനെ പറ്റിയാണ്. നാച്ചുറൽ ആയിട്ട് ഓരോ രാജ്യത്തിലും അവരുടേതായ റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസിനെ നമ്മൾ ഏത് വിധത്തിൽ യൂസ് ചെയ്യുന്നു, നമ്മൾ സെൽഫായിട്ട് സ്വയമേ നമ്മളുടെ റിസോഴ്സസിനെ ഉപയോഗിച്ച് അത് കാർഷിക വിധത്തിൽ ഉപയോഗിച്ച് അതിനെ സെൽഫ് സഫീഷ്യൻസി ഫുഡ് പ്രൊഡക്ഷനിലും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിലേക്കും വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിലും മിലിറ്ററി റൈറ്റിലേക്ക് ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിലും നമുക്കത് ബെനിഫിറ്റ് ആകും. ഇതേമാതിരി നമ്മൾ വേറെ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു.
ഒന്ന് റോ മെറ്റീരിയൽസും റോ മെറ്റീരിയൽസ് ആൻഡ് ഫുഡ്. റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ആഹാരം കഴിക്കാൻ പറ്റാത്ത സാധനം. ഫുഡ് ആകുമ്പോഴത്തേക്ക് അതിനെ കൺവേർട്ടായി വരുന്നു. റോ മെറ്റീരിയൽസിനെ തന്നെ നമ്മൾ 3 ഭാഗമായിട്ട് തിരിക്കുകയാണ്. ആ റോ മെറ്റീരിയൽസ് അതായത് നേച്ചറിൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതിനെയാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുക. അപ്പോൾ 3 ഭാഗമായിട്ട് വരുമ്പോൾ മിനറൽസ് നമുക്ക് ഖനികളിൽ കിട്ടുന്നു, അല്ലെങ്കിൽ മണ്ണിൽ കിട്ടുന്നു. ആ മണ്ണ് എവിടെ നിന്ന് വരുന്നു? കോൾ കിട്ടുന്നുണ്ട്, പെട്രോളിയം കിട്ടുന്നുണ്ട്, അയൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്, മാംഗനീസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെ ആദ്യത്തെ വിഭാഗത്തിൽ പെടുന്ന മിനറൽസ് ആണ്. രണ്ടാമത്തെ ഡിവിഷനായിട്ട് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്. അത് ഈ പ്രോഡക്റ്റിനെ കൺവേർട്ട് ആക്കുന്നു. അത് റബ്ബർ മരത്തിൽ നിന്ന് കിട്ടുന്ന പാലെടുത്ത് അതിനെ പ്രോസസ് ചെയ്യുമ്പോഴാണ് നമുക്ക് റബ്ബർ എന്ന ഷീറ്റ് കിട്ടുന്നത്. അതേമാതിരി ജൂട്ട്, ബാംബു, ഇതൊക്കെ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണെങ്കിലും അതിനെ കൺവേർട്ട് ആയിട്ട് എടുക്കാൻ പറ്റും. അതായത് കൺസ്യൂമബിൾ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ഫൈനലി നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ നമ്മളുടെ മത്സ്യ, മാംസം, അങ്ങനത്തെ പ്രോഡക്ട്സ്, അതായത് മീറ്റ്, എഗ്, മിൽക്ക്, സിൽക്ക്, ഇതൊക്കെ ഫുഡിലെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നു. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പവറിനെ പറ്റി, ശക്തിയെ പറ്റി പറയുമ്പോൾ അവിടെ ഫുഡിന്റെ ഡിസൈഡിങ് ഫാക്ടറാണ്, അല്ലെങ്കിൽ ഫുഡ് വളരെ നിർബന്ധമാണ്. അപ്പോൾ നേഷൻസ് ഏത് രാജ്യമാണോ അവരുടെ ഫുഡ് പ്രൊഡക്ഷനിൽ സെൽഫ് സഫീഷ്യന്റ്, അതായത് സ്വന്തം ആൾക്കാർക്ക് വേണ്ട ഫുഡ് സ്വയമേ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രാജ്യം, കമ്പാരിറ്റീവ്ലി പുറത്തുനിന്ന് ഫുഡ് മേടിക്കാണ്ടിരിക്കുക, പുറത്തുനിന്ന് ധാന്യങ്ങൾ വരുത്താണ്ടിരിക്കുമ്പോൾ തന്നെ ആ നേഷൻ സെൽഫ് സഫീഷ്യന്റ് ആയി. നമ്മളുടെ ഇന്ത്യയിൽ 1950 ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതേമാതിരി അതും 50-ലും 60-ലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയാണ്. അവിടെ നിന്ന് സാധനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരുന്നു, ധാന്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വെസ്റ്റേൺ വേൾഡ് ഉപയോഗിച്ചു ഫുഡ് സഹായം, അതായത് ആഹാര സാധനങ്ങൾ ഒരു രാജ്യത്തിനെ സഹായിക്കാൻ ഒരു ലിവറേജ് ആയിട്ട് ഉപയോഗിക്കുകയും അതിനെ അവർ ഇന്ത്യൻ പോളിസിയിൽ, ഫോറിൻ പോളിസിയിൽ കൊണ്ടുവരികയും ചെയ്തു. പിന്നെ 1970-ൽ നമ്മൾ ഗ്രീൻ റവല്യൂഷൻ ഉണ്ടാക്കി. ഗ്രീൻ റവല്യൂഷൻ വഴി നമ്മളുടെ ഫുഡ് പ്രൊഡക്ഷൻ നമുക്ക് കുറച്ചുകൂടി സെൽഫ് സഫിഷ്യൻസിയിലേക്ക് കുതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ നാഷണൽ പവറിലേക്ക് കുതിച്ചു വന്നത്. കാരണം നമ്മൾക്കിപ്പോൾ ഫുഡ്, നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു. പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ സെൽഫ് സഫിഷ്യൻസി വരുന്നു. പിന്നെ ഇതിപ്പോ 2 ദിവസം മുന്നാടി ഇവിടെ നിന്ന് ഉള്ളികൾ പുറത്ത് പോകാൻ പാടില്ല, പുറം രാജ്യങ്ങൾക്ക് അയക്കാൻ പാടില്ല എന്നൊരു റൂള് കൊണ്ടുവരുന്നുണ്ട്. കാരണം അതിവിടെ ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ, പുറത്തെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്താൽ ഇവിടെ ലോക്കലായിട്ട് അനുഭവപ്പെടുന്നത് പ്രൈസ് കൂടുതലാവും. പെട്ടെന്ന് ആഹാര സാധനങ്ങളുടെ വില കൂടുതലാവും. അതുകൊണ്ട് ഗവൺമെന്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിന്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് പോപ്പുലേഷനെ പറ്റിയാണ്. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ ജനസംഖ്യ എല്ലാവരും ലേസി ആയിട്ട് ഇരിക്കുകയാണെങ്കിലോ, പഠിപ്പില്ലാണ്ടിരിക്കുകയാണെങ്കിലോ, ഒരു കോമ്പിറ്റൻസി കഴിവില്ലാണ്ടിരിക്കുകയാണെങ്കിലോ, അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലോ, അതേമാതിരി സ്കില്ലില്ലാണ്ടിരിക്കുമ്പോഴും അതും ആ രാജ്യത്തിന്റെ പുരോഗതിയെ അഫക്റ്റ് ആവും. വളരെ സ്ട്രോങ് ആയ, ഹെൽത്തി ആയ, ഡിസിപ്ലിനുള്ള, ജോലിയുള്ള, പഠിപ്പുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അറിവുള്ള, ലൈഫ് സ്കിൽ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അത് അവരുടെ രാജ്യത്തിന്റെ നാഷണൽ പവറിനെ, പുരോഗതിയെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മിറ്റ്മെന്റ് ആണ് നേഷൻ ബിൽഡിങ്ങിൽ. അപ്പോൾ ആ പഠിപ്പും അല്ലെങ്കിൽ ആ മനുഷ്യനെ, രാശിനെ ആ ഇംപ്രൂവ്മെന്റിലേക്ക് കൊണ്ടുവരണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് ഞാൻ പരാമർശിക്കാൻ പോകുന്നത് ധനപരമായ ഡെവലപ്മെന്റ് ആണ്. ധനപരമായ ഡെവലപ്മെന്റ് എന്ന് വരുമ്പോൾ അതും
നേഷന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പവറിനെ കൂട്ടുന്നതാണ്. ഈ പവറിനെ ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് മിലിറ്ററി പവറാണ്. മിലിറ്ററി വിധത്തിൽ എത്രത്തോളം ആൾക്കാർക്ക് വെൽഫെയറും സെക്യൂരിറ്റിയും പ്രോസ്പെരിറ്റിയും ഉണ്ടാക്കുന്നു. അതേമാതിരി ഒരു വികസിച്ച ഹെൽത്തി ആയിട്ടുള്ള പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് വേൾഡിന്റെ ലെവല്. ഇതിൽ കൂടെ ലിവറേജ് ഇൻസ്ട്രുമെന്റ്സിൽ നോക്കുമ്പോൾ സഹായങ്ങൾ, ലോണ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞത് എക്കണോമിക് ഇൻസ്ട്രുമെന്റ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്ത് നിന്ന് വരുന്ന സഹായത്തിനെ എയ്ഡ് എന്ന് പറയും. എയ്ഡ്, ലോണ്, റിവാർഡ്സ്, ട്രേഡ്, ഗ്രാൻസ്, അതായത് ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്താൻ വേണ്ടി സഹായ സഹകരണങ്ങൾ കൊടുക്കുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റെഗുലറായിട്ട് ഫുഡ് സപ്ലൈ ചെയ്യാറുണ്ട്. അതേമാതിരി മാർക്കറ്റിലേക്ക് ആവശ്യമുള്ള ബിഹേവിയറിലും പോളിസീസും അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നോ ലോൺ എന്നുള്ള ഒരു പോളിസി, അല്ലെങ്കിൽ പൈസ കടം കൊടുക്കാണ്ടിരിക്കുക, IMF ഡെവലപ്പ് ചെയ്താണ് ആണെങ്കിൽ ഈ IMFും വേൾഡ് ബാങ്കുമാണ് സാങ്ഷൻ ചെയ്യേണ്ടത്. ആ സാങ്ഷൻ ചെയ്യേണ്ടത് അത് വേറെ രാജ്യത്തിലേക്ക് ധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൂടെ അതിനെ സമ്മതിക്കണം. അപ്പോ ഒരു രാജ്യത്തിന്റെ വീക്കായ ഒരു രാജ്യത്തിനെ അല്ലെങ്കിൽ ദരിദ്രമായ ഒരു രാജ്യത്തിനെ, അണ്ടർ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു രാജ്യത്തിനെ പല വിധത്തിലുള്ള അക്യൂട്ടായ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലിമിറ്റ്സ് ഉണ്ടാവും അതിന്റെ നാഷണൽ പവറിൽ. ഇനി ഇൻഡസ്ട്രിയൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൽ വരുന്ന ടെക്നോളജി, അതേമാതിരി ഇൻഡസ്ട്രിയലൈസേഷൻ ഏതൊക്കെ 18ാം നൂറ്റാണ്ടിലാണ് വേൾഡില് ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരുമ്പോൾ ആ വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി വേണം. അങ്ങനെ വരുമ്പോഴാണ് ഇത് സൂപ്പർ പവർ ആയിട്ട് മാറുക. അതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ചൈന, ഫ്രാൻസ്, ജപ്പാൻ എല്ലാവരും സൂപ്പർ പവേഴ്സ് ആയിട്ട് മാറും. ഈ സൂപ്പർ പവേഴ്സ് ആകുമ്പോൾ അവർക്ക് വളരെ കൂടുതലായ ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചോളം നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന റോ മെറ്റീരിയൽസിലാണ് യുഎസ്എയും ഇന്ത്യ ലെവലിൽ പോകുന്നത്. റഷ്യ പിന്നാക്കം പോകാനുള്ള കാരണം അവിടെ ഇൻഡസ്ട്രിയൽ സെക്ടർ കുറവാണ്. ഇൻഡസ്ട്രിയൽ സെക്ടർ കൊണ്ടുവരുമ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സസ് അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആക്കി മാറ്റുന്നു. അനാലിസിസ് ഉപയോഗിക്കുന്ന നോളേജ് എക്കോണമി എത്രത്തോളം നമ്മൾ അതിനെ ടെക്നോളജിയിലേക്ക് മാറ്റുന്നു. റവല്യൂഷൻ, അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള നാലാമത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു. അതിന്റെ പിന്നാലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വന്നു. അപ്പൊ ഇങ്ങനെ ഈ ഡെവലപ്മെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുമ്പോൾ അവരുടെ കൺട്രികളിൽ അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് അത് ബെനിഫിറ്റ് ആവുന്നു. ഇനി ടെക്നോളജിനെ പറ്റി പറയുകയാണെങ്കിലോ, അത് ഈ ടെക്നോളജി നോ ഹൗ എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, അതാണ് നോ ഹൗ എന്ന് പറയാ. ഈ ടെക്നോളജീനെ എങ്ങനെ ഉപയോഗിക്കണം, മനുഷ്യരാശിയുടെ നന്മയ്ക്കും അവരുടെ പുരോഗതിക്കും വേണ്ടി അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയണം. അതിനാണ് നോ ഹൗ എന്ന് പറയാ. അപ്പൊ ഈ ടെക്നോളജീനെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരുന്നു, മിലിറ്ററി വിധമായ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരുന്നു, ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവരുന്നു, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയും ന്യൂക്ലിയർ ടെക്നോളജി, സ്പേസ് ടെക്നോളജി, മിസൈൽ ടെക്നോളജി, ഇതൊക്കെ പവർഫുള്ളായ സോഴ്സസ് ഓഫ് പവർ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിലേക്കും വരുന്നു. അപ്പൊ നാഷണൽ പവർ എൻഹാൻസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഹൈടെക് ആയ സാധനങ്ങൾ നമുക്ക് സ്വയം ഡിപ്പെൻഡ് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മെയ്ക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ആ ടെക്നോളജി ഡെവലപ്മെന്റിനെ പറ്റിയൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ
ഡെവലപ്ഡ് ആയിട്ടുള്ള പുരോഗതിയിലേക്കുള്ള ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇന്ത്യ പുരോഗതിക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എത്രത്തോളം മിലിറ്ററി ലെവലിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ മിലിറ്ററിനെ എത്രത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഫാക്ടേഴ്സ് ഫോറിൻ പോളിസിയും നാഷണൽ ഇൻട്രസ്റ്റും തന്നെയാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൊഫിസ്റ്റിക്കേറ്റുള്ള വെപ്പൺ ടെക്നോളജിയാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത്. അതിന്റെ സ്ട്രെങ്ത്തും അതിന്റെ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജും. നമ്മൾ മിറാഷ് ഒക്കെ മേടിച്ചു. അപ്പൊ അതിൽ കൂടെ നമ്മളുടെ ആക്ഷൻ ഒക്കെ എന്തെങ്കിലും ഒരു ഇന്ത്യനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സ് അവർക്ക് മിലിറ്ററി റെഡിയാണ് എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിഫെൻഡ്. അതാണ് ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള മിലിറ്ററി ലീഡർഷിപ്പ്. അതായത് അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ ലീഡർഷിപ്പ് വളരെ നന്നായിരിക്കണം, സ്കിൽഡ് ആയിരിക്കണം, ട്രെയിൻഡ് ആയിരിക്കണം, കോമ്പിറ്റന്റ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ മിലിറ്ററിയുടെ പ്രിപ്പറേഷൻ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് അത്യാവശ്യമാണ്. അത് മാത്രമല്ല, ഈ ഡിപ്പെൻഡന്റ് ഒറ്റയ്ക്ക് ഒരുമിച്ചല്ല നിൽക്കുന്നത്. അത് ഡിപ്പെൻഡിങ് ഓൺ പല ഫാക്ടേഴ്സിൽ കൂടിയാണ് അത് ഡിപ്പെൻഡ് ആവുന്നത്. എക്കണോമിക് പവർ ഉണ്ടാവണം, ടെക്നോളജി ഉണ്ടാവണം, സ്ട്രാറ്റജി ഫാക്ടേഴ്സ് ഉണ്ടാവണം, അതേമാതിരി തന്നെ ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി വേണം, ഗവൺമെന്റിന്റെ പോളിസികളും വേണം, ഒപ്പത്തിനൊപ്പം. അതാണ് ഉദ്ദേശിച്ചത്. ഇനി ഐഡിയോളജിയെ പറ്റി പറയുകയാണെങ്കിലോ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻടാഞ്ചിബിൾ എന്നാണ്, കാണാൻ പറ്റാത്തത്. ആ കാണാൻ പറ്റാത്ത എലിമെന്റ് ആണത് നാഷണൽ പവറിൽ. അപ്പോ ഇവിടെ നമുക്ക് പറയുമ്പോ ആ ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി, എനിമിറ്റി ആയാലും ശരി, അത് പരസ്പരം ഫീൽ ചെയ്യേണ്ടതാണ്. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കാലഘട്ടങ്ങളിൽ അവരുടെ റിലേഷൻഷിപ്പ് നാച്ചുറൽ പവറിൽ അവർക്ക് കിട്ടിയില്ല, വീക്കെൻഡായി. അങ്ങനെയാണ് അവരുടെ ഭരണത്തെ പറ്റി വേൾഡ് മുഖാന്തരം ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിയത്. അവരുടെ ഭരണ തന്ത്രം ശരിയല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അവരുടെ ഫീലിങ്സും ഐഡിയോളജി ഒന്നും ശരിയായിരുന്നില്ല. ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിസമോ ക്യാപിറ്റലിസം 1945 ശേഷം ഒരു കോൾഡ് വാർ എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിപ്പെടുകയും ഇന്ത്യയുടെ ഒരു ഉദ്ദേശം ആ സമയത്ത് ഇന്ത്യ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിലേക്ക് എത്തിപ്പെട്ടു. രണ്ട് സൂപ്പർ ഡിക്റ്റേറ്റേഴ്സിന്റെ അടുത്ത് ജോയിൻ ചെയ്യാണ്ട് ന്യൂട്രൽ ആയിട്ട് നിന്നു ഇന്ത്യ. അങ്ങനെയാണ് ആ കോൾഡ് വാർ ടൈമില് നോൺ അലൈൻമെന്റ് പ്രോഗ്രാം വന്നത്, നാം, ഇന്ത്യയുടെ ഫ്രീഡത്തിന് ശേഷം. ഇനി ലീഡർഷിപ്പ് ആണെങ്കിലോ നല്ല വിധത്തിലുള്ള സ്ട്രോങ് ആയ ലീഡർ വേണം. സ്ട്രോങ് ആയ ലീഡർ ആ നേഷനെ പുരോഗതിയിലേക്ക് നാച്ചുറൽ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസും റോ മെറ്റീരിയൽസിലും എല്ലാം എഫിഷ്യന്റ് ആയിട്ടും കോമ്പിറ്റൻസിയോടെ യൂസ് ചെയ്ത് അതിനെ മെച്യൂർ ആയിട്ടുള്ള ഡെവലപ്മെന്റോടുകൂടി ലീഡർഷിപ്പ് ചെയ്ത് ആ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രോങ് വിൽഡ് നേഷൻ ലീഡർഷിപ്പ് ആവശ്യമുണ്ട്. അത് ഇന്ത്യയിൽ ഇപ്പോൾ തൽക്കാലം ഉണ്ട്. ഇനി ഓർഗനൈസേഷനും ക്വാളിറ്റി ഓഫ് ഗവൺമെന്റ്. ഓരോ കറപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ വിധത്തിൽ ഗവൺമെന്റ് നടത്തിക്കൊണ്ടു പോകുന്നവരോ എഫിഷ്യൻസി ഇല്ലാണ്ട് നാച്ചുറൽ റിസോഴ്സസിനെയും മനുഷ്യ റിസോഴ്സസിനെയും അതിനെ വേസ്റ്റ് ചെയ്യും. അങ്ങനെ വേസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പോവുക, അവരുടെ നാഷണൽ സ്ട്രെങ്ത് അവിടെ കുറയും, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഇന്റർനാഷണൽ ലെവലിൽ അത് കുറയും. അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കേണ്ടത് വെച്ചാൽ, ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, സ്ട്രോങ് ആയ ഡെമോക്രാറ്റിക് ആയ വെൽ ഫങ്ഷനിങ് ആയ റെസ്പോൺസിബിൾ ആയ ഗവൺമെന്റ് വേണം ഒരു രാജ്യത്തിനെ മുന്നിലേക്ക് നയിക്കാൻ ഗ്ലോബൽ അഫയേഴ്സിൽ എന്ന് പറയുന്നു. ഒരു വീക്കായ ഗവൺമെന്റ്, സിവിലിയൻ വീക്കായി പോയാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും അവരുടെ സൊസൈറ്റിയും അവരുടെ ധനകാര്യങ്ങളൊക്കെ ഛിദ്രമായിക്കൊണ്ടിരിക്കുന്നു. ഇനി നാഷണൽ ക്യാരക്ടറും അതിന്റെ മൊറയിലും, ഞാൻ നേരത്തെ പറഞ്ഞു കാണാൻ പറ്റാത്ത ഒരു പവറാണത്. ആ പവർ ക്യാരക്ടറൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് ട്രെയ്റ്റ്സ്, പല വിധത്തിലുള്ള ആൾക്കാരുടെ ട്രെയ്റ്റ്സ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇത് രണ്ടും
ഇന്ത്യൻസിനെ വളരെ ഇന്ത്യൻസിനെ പറ്റി എടുത്തു പറയാറുണ്ട്. അവർക്ക് ടോളറൻസ് കൂടുതലാണ്, റിലീജിയസ് ആയ മതപരമായ കാര്യങ്ങൾ ബിലീഫ് ഉണ്ട്, ഐഡിയലിസം ഉണ്ട്. അതേസമയം ജർമ്മന്റെ മൊറയിൽ പറയുന്നത് മുഴുവൻ അവര് ഡിസിപ്ലിൻ ആണ്, ഇൻഡസ്ട്രിയസ് ആണ്. അമേരിക്കക്കാരെ എടുത്തു പറയുകയാണെങ്കിൽ അവര് ഇൻവെൻഷൻ ചെയ്യുന്നതിൽ, പുതിയതായ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതിലും ഇനീഷ്യേറ്റീവ് എടുക്കാനും സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചറിലും അവരുടെ മൊറയിൽ പോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഓരോ നാഷണൽ ആയിട്ടുള്ള മൊറയിലും അതിന്റെ ഡിഗ്രി എത്രത്തോളം ഡിറ്റർമിനേഷൻ ചെയ്യുന്നുള്ളതാണ് ഫോറിൻ പോളിസിയിൽ. പീസ്, സമാധാനവും വാറ്, ഇതൊക്കെ ഒരു അമാൽഗമേഷൻ ആണ്, അല്ലെങ്കിൽ അവിടെ ഒരു നേഷന്റെ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഈ അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും അതേമാതിരി തന്നെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റും ഡിപ്ലോമാറ്റിക് സർവീസും ഒക്കെ കൊണ്ടുവന്നാലാണ് ഇതെല്ലാം സമമായിട്ട് പോയിക്കൊണ്ടിരിക്കണം. 1965-ലും 71-ല് നമ്മള് ഡാംസ് കെട്ടുകയും 71-ല് വാർസും ഈ ഇൻഫർമേഷൻ ടെക്നോളജിയും ഇന്ത്യയുടെ ധനപരമായ പുരോഗതിക്ക് വളരെ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതേമാതിരി 1962-ൽ ഒരു യുദ്ധത്തിൽ തോൽക്കുകയും അതേമാതിരി ഈ എമർജൻസി ഡിക്ലറേഷൻ വരികയും അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോയലേഷൻ ഗവൺമെന്റും 1991-ൽ അതിന്റെ മൊറയിലിനെ അടിച്ചു താർത്തി കഴിഞ്ഞു. ഇനി ഡിപ്ലോമസിനെ പറ്റി പറയുമ്പോൾ ഹൈ ക്വാളിറ്റി, നല്ല വിധമായ ഡിപ്ലോമാറ്റിക് ട്രാൻസ്ഫോമേഴ്സും അതേമാതിരി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും നാഷണൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യും. ബ്രിട്ടന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോജക്ട്സും അതിൻ്റെതായ ലൂസിങ് അവരുടെ ഇമ്പീരിയൽ സ്റ്റേറ്റസ്, നാഷണൽ ലെവലിലുള്ള ഇമ്പീരിയൽ സ്റ്റേറ്റസ് 1945-ന് ശേഷം കുറയാൻ തുടങ്ങി. അമേരിക്കയുടെ സക്സസ്ഫുൾ ആയ ഡിപ്ലോമസി ഹെൽപ്പ് ചെയ്തത് അവരെ സൂപ്പർ പവർ ആക്കി ഉയർത്താനും പറ്റി. കാനഡയുടെ ലിബറൽ ആയിട്ടുള്ള ഇന്റർനാഷണലിസം കുറച്ചു കൊണ്ടുവന്ന് അവരുടെ ഇമേജ് എന്താണ്? ഒരു നല്ല ട്രസ്റ്റ് വർത്തി ഇന്റർനാഷണൽ ഒരു കൺട്രി ആണെന്നൊരു ബിലീഫ് എല്ലാവർക്കും എത്തിപ്പെടുന്നു. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെല്ലാത്തിനും, നാഷണൽ പവറിന് എല്ലാത്തിനും ഓരോ വിധമായ ചെക്ക് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഓരോ നാഷണൽ സിസ്റ്റമും ഒന്നിന്റെ മേലിൽ ഒന്ന് ചെക്ക് ചെയ്തു പോകുന്നു, പ്രിവെന്റ് ചെയ്തു പോകുന്നു. സ്റ്റേറ്റില് ആ ബാലൻസിനെ തരപ്പെടുത്താണ്ടിരിക്കാൻ ചെക്ക് ചെയ്തു പോകുന്നു. രണ്ടായിട്ട് നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആയാലും ശരി, നിയമപ്രകാരമായാലും ശരി, ഓരോ സ്റ്റേറ്റിന്റെ ബിഹേവിയറിനെ ചെക്ക് ചെയ്ത് പോവാണ്. അപ്പോൾ മൂന്നാമതായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആഗോളതരമായിട്ടുള്ള മൊറാലിറ്റിയും അതും ഒരു സെറ്റാണ്, ഒരു റൂൾസ്, മോറൽ റൂൾസും അതിന്റെ നിയമവശങ്ങളും ബിഹേവിയറും ചെക്ക് ചെയ്ത് വരുന്നു. പിന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന ഹ്യൂമൻ റൈറ്റ്സ്, എല്ലാവിധമായ ആൾക്കാർക്കുമുള്ള ഹ്യൂമൻ റൈറ്റ്സ്, എല്ലാവർക്കും അവനോന്റേതായ റൈറ്റ് ടു ലീവ്, സെക്യൂരിറ്റി, റൈറ്റ് ടു ലീവ്, അതേമാതിരി അവരുടെ റെസ്പെക്ട്, സോവറിനിറ്റിയെ റെസ്പെക്ട് ചെയ്യുക, നോൺ ഇന്റർഫിയറൻസ്, അടുത്ത രാജ്യത്തിന്റെ ടെറിട്ടറിയില് ഇന്റർഫിയറൻസ് ചെയ്യാണ്ടിരിക്കുക. നാലാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം വേൾഡ് ഒപ്പീനിയൻ. ഈ വേൾഡ് ഒപ്പീനിയൻ ഓരോ പോളിസിക്കും, പബ്ലിക് പോളിസിക്കും ഉള്ള വേൾഡ് ഒപ്പീനിയനും നമുക്ക് തരത്തിൽ കൊണ്ടുവരാം. ഇനി ഇത് കൂടാണ്ട് ഓരോ പീസ് മൂവ്മെന്റ്സ് ഉണ്ട്, അതായത് സമാധാനപരമായ മൂവ്മെന്റ്സ് നടത്തുന്നതും എത്തനിക് ഗ്രൂപ്പിനെയോ മൈനോറിറ്റി ഗ്രൂപ്പിനെയോ ഉപദ്രവിക്കാണ്ടിരിക്കുക, ഒരു സെക്ഷൽ അബ്യൂസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ഡ്രഗ്സിന് പലവിധമായ ഡ്രഗ്സ് അഡിക്ഷൻസ് ഉണ്ട്, അതിനെ പ്രോഹിബിറ്റ് ചെയ്യുക, മനുഷ്യനെ കള്ളക്കടത്ത്, മനുഷ്യന്റെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയും, അതിനെ കൺട്രോൾ ചെയ്യുക, ന്യൂക്ലിയർ വെപ്പൺസിന് ഒരു ഇന്റർനാഷണൽ പബ്ലിക് ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ബേസ് എന്താ വെച്ചാൽ കളക്റ്റീവായിട്ടുള്ള നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മയോടെ സമാധാനവും സെക്യൂരിറ്റിയും കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടാണിത്. ഇനി ആംസ് കൺട്രോൾ ആൻഡ് ഡിസാർമമെന്റ് എന്നൊരു ഫംഗ്ഷൻ അവിടെ വരുന്നുണ്ട്. ഒരു ലിമിറ്റ് വയ്ക്കാണ് നാഷണൽ പവറിന്. ആംസ് കൺട്രോൾ വഴിയും
റെഡ്യൂസ് ചെയ്യുക, ആംസിനെ ഉണ്ടാക്കുന്നതും ആംസ് റേസ് റെഡ്യൂസ് ചെയ്യുക, ഇന്റർനാഷണൽ പോളിസികളുണ്ട്. ആ ഡിസാമമെന്റ്, അതായത് ആയുധങ്ങൾ, കോപ്പുകൾ, ഡിസാമമെന്റ്, അബോളിഷിംഗ് ദ ആംസ് ആൻഡ് അമ്യൂണിഷൻ അന്ന് വരെ ഉള്ളത്. ഇനി അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ നോക്കുകയാണ് നാഷണൽ ഇൻട്രസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്. ഈ ഇൻട്രസ്റ്റിൽ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഓരോരുത്തർക്കും ഡിമാൻഡും ഗോളും ഇൻട്രസ്റ്റും പ്രൊട്ടക്ഷനും ഒക്കെ വേണം. അപ്പൊ കോമ്പോണൻസ് ആയിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇവിടെ 2 കോമ്പോണന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അതിന് നെസസറി അല്ലെങ്കിൽ വൈറ്റൽ കോമ്പോണൻസ്, അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ള നോൺ വൈറ്റൽ കോമ്പോണൻസ്. അപ്പോ വൈറ്റൽ ആയിട്ടുള്ളത്, വളരെ അത്യാവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നെസസിറ്റിയാണ്. നെസസറി എത്രത്തോളം സർവൈവൽ, നമുക്ക് ജീവിക്കാൻ പറ്റും, ഐഡന്റിറ്റി, നേഷന്റെ, അതിനെ വൈറ്റൽ ആയിട്ട് ഉദ്ദേശിക്കുന്നു. ഇനി ഈ വൈറ്റലിനെ തന്നെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട് 3 പാർട്ടായിട്ട്. ഒന്ന് കൾച്ചറൽ, ഒന്ന് പൊളിറ്റിക്കൽ, ഒന്ന് ഫിസിക്കൽ. കൾച്ചറൽ ആയിട്ട് വരുമ്പോൾ ഹിസ്റ്റോറിക്കൽ വാല്യൂസ് എന്തൊക്കെയാണോ ആ നേഷന്റെ കൾച്ചറൽ ഹെറിറ്റേജിൽ വരും. ഫിസിക്കൽ ഐഡന്റിറ്റി ആയിട്ട് വരുമ്പോഴോ അതിന്റെ ഫിസിക്കൽ ഐഡന്റിറ്റിന്നും ആ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി, ടെറിട്ടോറിയൽ ഐഡന്റിറ്റിനെയാണ് ഫിസിക്കൽ ഐഡന്റിറ്റി എന്ന് പറയാം. നമ്മളുടെ ജമ്മു കാശ്മീർ ഇഷ്യൂ ടെറിട്ടോറിയൽ ഐഡന്റിറ്റിയാണ്. അപ്പോൾ അതിന്റെ ഇഷ്യൂവിന് നമ്മൾ ഫിസിക്കൽ ഐഡന്റിറ്റി കൊണ്ടുവരാം. പൊളിറ്റിക്കൽ ഐഡന്റിറ്റി വരുമ്പോൾ പൊളിറ്റിക്കോ അല്ലെങ്കിൽ ഇക്കണോമിക് ആയിട്ടുള്ള സിസ്റ്റത്തിനെയാണ്. അപ്പൊ ഇതൊക്കെ ഫോറിൻ പോളിസിയുടെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകങ്ങളാണ്. ഇതിനെ കൂടാണ്ട് വയബിൾ അല്ലെങ്കിൽ വേരിയബിൾ അല്ലെങ്കിൽ നോൺ വൈറ്റൽ കോമ്പോണൻസ് എന്താന്ന് നോക്കാം. അങ്ങനെ വരുമ്പോൾ ഇതിനെ നമ്മൾ ചെക്ക് ചെയ്യാൻ എത്രത്തോളം സർക്കംസ്റ്റൻസസിൽ വരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഡിസിഷൻ എങ്ങനെ ഉണ്ടാക്കുന്നു, ഡിസിഷൻ മേക്കേഴ്സ് എന്തായിരിക്കും, പബ്ലിക് ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താണ്, പാർട്ടിയുടെ പൊളിറ്റിക്സ് എന്താണ്, സെക്ഷണൽ ഗ്രൂപ്പ് എന്താണ്, അതേമാതിരി ഈ മോറൽ ആയിട്ടുള്ള വാല്യൂസും ഇവിടെ നോക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇതിനെ തോമസ് റോബിൻസൺ 6 വിധത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് പ്രൈമറി ഇൻട്രസ്റ്റ്. അവിടെ ഇൻട്രസ്റ്റ് ഒരു സ്റ്റേറ്റും കോംപ്രമൈസ് ചെയ്യാത്ത കാര്യമാണ് പ്രൈമറി ഇൻട്രസ്റ്റ്. ഇതിൽ സെക്യൂർ ചെയ്യുന്നത് പൊളിറ്റിക്കലായിട്ടും കൾച്ചറലായിട്ടും ഫിസിക്കൽ ഐഡന്റിറ്റി ഒരു രാജ്യത്തിന്റെ. രണ്ടാമത്തതായിട്ട് പറയുന്നത് സെക്കൻഡറി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറവായിട്ടുള്ള പ്രൈമറി ഇൻട്രസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. അതായത് പ്രൊട്ടക്ട് ചെയ്യുക, സ്റ്റഡി, ഇപ്പോ പുറത്ത് പഠിക്കുന്ന കുട്ടികളെ പ്രൊട്ടക്ഷൻ, പുറത്ത് നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ അവിടെ ഡിപ്ലോമാറ്റിക് സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കുക, അത് രണ്ടാമത്തത്. മൂന്നാമത്തതാണെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണ്, ലോങ് ടേം ഇൻട്രസ്റ്റ് ആണ് സ്റ്റേറ്റിന്റെ. അതായത് ചൈനയുടെ അറ്റാക്ക് സൗത്ത് ഏഷ്യൻ റീജിയനിൽ അല്ലെങ്കിൽ ചൈന ഇന്റന്റ് ചെയ്യുന്നത്, അത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ ഒരു രാജ്യത്തെ എടുത്ത് പറയുന്നില്ല. പിന്നെ നാലാമതായിട്ട് പറയുമ്പോൾ വേരിയബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, വ്യത്യാസമുള്ള ഓരോ സർക്കംസ്റ്റൻസ് അനുസരിച്ച് അത് ബൈപ്പാസ് ചെയ്ത് ചില സമയത്ത് പ്രൈമറി ആയിട്ടോ പെർമനന്റ് ആയിട്ടോ ഇൻട്രസ്റ്റ് വരാം. ഇനി അഞ്ചാമത്തത് ജനറൽ ഇൻട്രസ്റ്റ് ആണ്. ഈ ജനറൽ ഇൻട്രസ്റ്റിൽ കൂടെ നോക്കുമ്പോൾ നാഷണൽ ലെവലില് ഇന്റർനാഷണൽ പീസ് അല്ലെങ്കിൽ സമാധാനം, ഫുഡ് സെക്യൂരിറ്റി, എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഒക്കെ അത് ജനറൽ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഇനി സയന്റിഫിക് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ അതാണ് ആറാമത്തത്. ഈ ആറാമത്തെ സ്പെസിഫിക് ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ സൂട്ടാണോ ഓരോ രാജ്യത്തിനും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്യൂട്ടായിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. അതിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു റൈറ്റ് ടു ഡെവലപ്മെന്റ് ഓഫ് തേർഡ് കൺട്രീസ് എന്നുള്ളത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ഇനി ഇതിനെയൊക്കെ നമ്മൾ മെത്തേഡ്സ്, എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ സോവർണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് എടുത്തു പറയുമ്പോൾ ഡിപ്ലോമസി തന്നെയാണ്. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ എങ്ങനെ പെരുമാറുന്നു, നാഷണൽ ഇൻട്രസ്റ്റിൽ എങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നാഷണൽ ബാർഗെയിൻ ചെയ്ത് നമ്മൾ സമതലത്തിൽ കോംപ്രമൈസിന് പോകുന്നുണ്ടോ, കോഓപ്പറേറ്റിന് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എടുത്തു പറയണം. ഇതിന്റെ ഇഫക്റ്റീവ് മീൻസ് ആണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയും. ഇനി അടുത്തതായിട്ട് പറയുന്നത് പ്രൊപ്പഗാൻഡയാണ്. ഈ പ്രൊപ്പഗാൻഡ എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അറ്റംപ്റ്റ് ആണ്.
അതായത് അത് ഉദ്ദേശിക്കുന്നത് മനസ്സുകളെ, ഇമോഷൻസിനെ, ആക്ഷൻസിന് ഒരു സ്പെസിഫിക് പബ്ലിക് പർപ്പസ്. അപ്പോൾ അവിടെ ആണ് നമ്മൾ കാണുന്നത് ഒരു രാജ്യത്തിന്റെ തലവന്റെ സ്റ്റേറ്റ്സ്മാൻഷിപ്പിനെ പറ്റി അവിടെ നമ്മൾക്ക് പരാമർശിക്കാൻ പറ്റും. ആ ഒരു രാജ്യത്തിന്റെ ഗോൾസ്, സെക്യൂർ ആയിട്ടുള്ള നാഷണൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. അതേമാതിരി ഇന്റർനെറ്റ് പ്രൊലിഫറേഷൻ, ഇന്റർനെറ്റ് സ്കോപ്പ് ഓഫ് പ്രോപ്പഗാൻഡയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. സോഷ്യൽ വെബ്സൈറ്റ്സ്, നമ്മളുടെ ഒപ്പീനിയൻ പകരാൻ പറ്റുന്ന, പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പറ്റുന്ന സോഷ്യൽ വെബ്സൈറ്റും പറയാം. ഇനി എക്കണോമിക് ആയിട്ട്, അതായത് ധനപരമായി നോക്കുകയാണെങ്കിൽ എക്കണോമിക് മീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എയ്ഡ് ആണ്, അല്ലെങ്കിൽ ധനസഹായം, ലോൺ ആയിട്ടോ ഇന്റർനാഷണൽ അരീനയിൽ നിന്നോ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ ടെക്നോളജി കൊടുക്കുകയെ, പവർഫുൾ ആയിട്ടുള്ള കൺട്രീസ് ടെക്നോളജി നോ ഹൗ കൊടുക്കാറുണ്ട്, ഫോറിൻ എയ്ഡ് കൊടുക്കാറുണ്ട്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് കൊടുക്കാറുണ്ട്, റോ മെറ്റീരിയൽസിന്റെ സെല്ലിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ എക്കണോമിക് മീൻസിൽ വരുന്നു. ഇത് മാത്രമല്ല ഗ്ലോബലൈസേഷൻ വരുന്നു, ഫ്രീ എക്കണോമിക് എക്സ്ചേഞ്ച് വരുന്നു. ഓരോ വിധത്തിലും സെക്യൂർ ആയിട്ടുള്ള നാഷണൽ ഇൻട്രസ്റ്റിന് ആവശ്യമുള്ളതായ വിധത്തിൽ എടുത്തു പറയാം. ഇനി അലയൻസും, അതായത് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് രണ്ട് കൺട്രികൾ തമ്മിലുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ എവിടെ വരുന്നത് ലീഗൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻ ആണ്. ഒലൈഡ് കൺട്രി അല്ലെങ്കിൽ വേറൊരു ഡിസൈൻഡ് കോമൺ ഗോൾസിലേക്ക് എത്തുന്നു. നമുക്ക് പറയുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവരുടെ മിലിറ്ററി അലയൻസ് ഉണ്ടാക്കി, ഗ്രൂപ്പായ നാറ്റോ, സാറ്റോ എന്നൊക്കെ പറഞ്ഞ് വേൾഡ് വാറിന് ശേഷം ഒരു കൗണ്ടർ ത്രെട്ട്, കമ്മ്യൂണിസത്തിന് ഒരു കൗണ്ടർ ത്രെട്ട് എന്നുള്ള ലെവൽ അവരുടെ മിലിറ്ററി അലൈഡ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒരു വാർ വരികയാണെങ്കിൽ അവർ ഒരുമിച്ച് കൂടും. അതേസമയം നമ്മളുടെ വാർസോ പാക്ട്, അതായത് സോഷ്യലിസ്റ്റ് കൺട്രീസ് അവരും ഒരു വാർസോ പാക്ട് സൈൻ ചെയ്ത് സ്പ്രെഡ് ചെയ്യാൻ പോകുന്ന ക്യാപിറ്റലിസ്റ്റിന്, അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് ആണ്, ആ സ്പ്രെഡ് ചെയ്യാൻ പോകുന്ന ക്യാപിറ്റലിസ്റ്റിനെ തടയാൻ വേണ്ടിയിട്ട് അവര് വാർസോ പാക്ട് സൈൻ ചെയ്ത് അവരും സോഷ്യലിസ്റ്റ് കൺട്രീസ് അതൊരു ഭാഗത്തിൽ ഉണ്ടാക്കി. ഇനി മെഷേഴ്സ്, ഇതിന് കോയസീവ് ആയിട്ടുള്ള മെഷേഴ്സ് നോക്കുമ്പോൾ ഈ ഗോൾസിനെയും ഒബ്ജക്റ്റീവ്സിനെയും കൊണ്ടുവരുന്നത് ഇന്റർനാഷണൽ ലോ ആണ്. ഇന്റർനാഷണൽ ലോ എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാണ്ട് ഇന്റർവെൻഷൻ പാടില്ല, എംബാർക്ക്മെന്റ് പാടില്ല, ബോയ്കോട്ട് പാടില്ല, റിട്ടാലിയേഷൻ ചെയ്യരുത്, സാങ്ഷൻസ്, സിവിയറൻസ് ഓഫ് റിലേഷൻഷിപ്പ്, ഇതൊക്കെ അച്ചീവ്മെന്റ് ചെയ്യുന്നത് ഗോൾസിലാണ്. ഇനി വാറും അതേമാതിരി തന്നെ അഗ്രഷനും ഇതിനെയും ഡിസ്കറേജ് ചെയ്തു വരുന്നത് നമ്മളുടെ ഈ വിധമായിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള സമാധാനവും ഹാർമണിയാണ്. നമ്മൾക്ക് അറിയാൻ പറ്റും, എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നു, പിന്നെയും പറയുന്നു, USA ഡിക്ലെയർഡ് നമ്മുടെ വാറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടെററിസം പറഞ്ഞ് അവരെ ഇറാഖ് അറ്റാക്ക് ചെയ്തു. അത് ആ ഇറാഖ് അറ്റാക്ക് ചെയ്യുന്നത് കൂടെ UN-ന്റെ അപ്രൂവൽ ഇല്ലാണ്ടാണ് അത് ചെയ്യുന്നത്. എല്ലാത്തിനും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം UN ഭയങ്കര സ്ട്രോങ് ആയിട്ട് റെസൊല്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാണ്ടാണ് അവർ ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാലൻസ് ഓഫ് പവർ ആണ്. എങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോവുക, ഈ നമ്മളുടെ ശക്തിനെ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഓരോ രാജ്യത്തിനും അവരുടേതായ മീനിങ് ഉണ്ട്. ആ മീനിങ്ങിൽ കൂടെ എത്ര ഈക്വൽ ആയിട്ട് പോകണം, ബാലൻസ് ഓഫ് തിയറി അല്ലെങ്കിൽ പവർ തിയറി എന്നുള്ളത് വീക്കർ സെക്ടർ ഡിഫൻസീവ് കോയലേഷൻ വരുന്നു. ഇതിനെ നമ്മൾ നേഷൻസ് തമ്മിൽ പരസ്പരം എത്രത്തോളം റെഗുലേറ്റ് ചെയ്ത പവർ റിലേഷൻസ് വേറൊരു രാജ്യത്തിന്റെ ഇന്റർഫിയറൻസ് ചെയ്യാണ്ട് ഒരു വലിയ കൺട്രിയും ഇന്റർഫിയർ ചെയ്യാണ്ട് പോവുക. അപ്പൊ അതിനാണ് ലോജിക്കലി നമ്മൾ ഇതിനെ ഒരു നോ വേൾഡ് ഗവൺമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഇതിന്റെ റിസോഴ്സസും ഇതിന്റെ പ്രിവെൻഷനും എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഈ കൺട്രീന്റെ നേച്ചർ നോക്കുമ്പോൾ പല വിധത്തിലുള്ള നേച്ചറുണ്ട്. ടെമ്പററി ആയിട്ടും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ബാലൻസ് ഓഫ് പവർ, അത് ഷോർട്ട് ലീവ്ഡ് ആയിരിക്കും. അതിൽ ചേഞ്ചസ് പെട്ടെന്ന് നാഷണൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് വരും. ഇനി അത് ആവശ്യമുണ്ടെങ്കിൽ റിക്വയർ ചെയ്തിട്ട് ആക്റ്റീവായിട്ട് ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റും. അതും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആക്റ്റീവായിട്ട് ഇന്റർവെൻഷൻ ചെയ്യാൻ പാടുള്ളൂ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ഇനി യുദ്ധം
യുദ്ധം ചെയ്യുന്ന വഴി ഉള്ള BOP, അതായത് ബാലൻസ് ഓഫ് പവർ. ഇതിന്റെ ഉദ്ദേശം ഒരു വാർ ഉണ്ടാവാണ്ടിരിക്കുക, അങ്ങനെ വാർ ഉണ്ടാവാണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. പക്ഷെ വാർ വന്നു കഴിഞ്ഞാൽ അവിടെ ബാലൻസ് ഓഫ് പവർ ബ്രോക്കൺ ആയിപ്പോയി. ഇനി ഒരു ഡിവൈസ് പീസിനെ സമാധാനം കൊണ്ടുവരാനായിട്ട് ഇന്റർനാഷണൽ സിറ്റുവേഷൻസിൽ നോ ഗ്യാരണ്ടി, ബട്ട് ദേ ആർ ബിഗ് പവേഴ്സ് ആയ BOP എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. വലിയ വലിയ പവർഫുൾ ആയ രാജ്യങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇതേമാതിരി ഈ പവർഫുൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം. അവിടെ വരുന്നത് നാഷണൽ ആയിട്ടുള്ള പ്രയോറിറ്റിയാണ്. ഓരോ സ്റ്റേറ്റിനും അവരുടേതായ പ്രയോറിറ്റീസ് ഉണ്ട്, അവരുടേതായ ഡിസിഷൻസ് ഉണ്ട്. ഇനി ഇതിന്റെ എങ്ങനെയാണ് ഇത് BOP വന്നതെന്ന് പറയുകയാണെങ്കിൽ അത് 15-ാം നൂറ്റാണ്ടിൽ റിനൈസൻസ് പീരീഡിലും ഈ ഇന്റർനാഷണലിസത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ 1648 നടന്നതും സോവറിൻ സ്റ്റേറ്റ്സിലൊക്കെ ഒപ്പിടിച്ചതും. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം നമ്മൾക്ക് ബാലൻസ് ഓഫ് ഡിഫറൻസ് വന്നുകൊണ്ടും 1919-ലും 1939-ലും അതിനുശേഷം വരാണ്ടിരിക്കാൻ വേണ്ടി ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാക്കി. ബട്ട് അത് സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോഴത്തേക്ക് അതിന്റെ ഇഫക്റ്റ് കുറഞ്ഞു പോയി. പിന്നെയാണ് നമുക്ക് കാണുന്നത് ഇന്റഗ്രേഷൻ, USSRും USA അങ്ങനെ വരുന്നു. USA വേൾഡ് ലീഡറായിട്ട് വരുന്നു. അതേമാതിരി തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളായ പവർഫുൾ രാജ്യങ്ങളായ ചൈന, ഇന്ത്യ എല്ലാം വരുന്നു. മൾട്ടി പോളാരിറ്റി വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി ഇതിന് ഓരോ കോമ്പൻസേഷൻ മെത്തേഡ്സ് ഉണ്ട്. കോമ്പൻസേഷൻ മെത്തേഡ്സ് പറയുമ്പോൾ അതിന് ഡേഞ്ചറസ് ആയിട്ടുള്ള കൊളോണിയൽ പവേഴ്സ് യൂസ് ചെയ്തിരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് പ്രയോറിറ്റി കഴിഞ്ഞ് യൂറോപ്യൻ ഇമ്പീരിയൽ പവേഴ്സ് ഡിവൈഡ് ചെയ്തു, ബോർഡേഴ്സിനെ ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്, യൂറോപ്പും ഈസ്റ്റേൺ യൂറോപ്പും ബാൽക്കൻസും തമ്മിൽ. പിന്നെ അതേമാതിരി അലയൻസും കൗണ്ടർ അലയൻസും. കൗണ്ടർ അലയൻസ് എന്ന് പറയുമ്പോൾ ഒരു അലയൻസ് ഫോർമേഷൻ വരുന്നു. അതേമാതിരി തന്നെ അവരുടെ ഗ്രൂപ്പായ നേഷൻസ് ഫോർന്നു. കോൾഡ് വാർ ടൈമിൽ USA ഫോംഡ് നാറ്റോ, സേറ്റോ. സോവിയറ്റ് യൂണിയൻ ക്രിയേറ്റഡ് വാർസോ പാക്ട്. ഇത് ഞാൻ കുറച്ച് മുമ്പ് പരാമർശിച്ചത്. ഇനി ഇന്റർവെൻഷനും നോൺ ഇന്റർവെൻഷൻ ഡിക്റ്റേറ്റ് പറയുന്നത് മുഴുവനും ചേഞ്ച് ചെയ്ത് അവനവന്റെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തതനുസരിച്ച് USSR ഇന്റർവെൻഷൻ ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ, അമേരിക്ക ഇന്റർവെൻഷൻ ചെയ്തു ക്യൂബയിൽ, നോർത്ത് കൊറിയ, വിയറ്റ്നാം, ഇതൊക്കെ അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ മാറ്റുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ പറയുമ്പോഴത്തേക്കും ഇന്ത്യയുടെ പല വിധത്തിലുള്ള ഡിവൈഡ് ആൻഡ് റൂൾ അവർ പോളിസികൾ അവർ പ്രാക്ടീസ് ചെയ്തു. ഇനി എന്താണ് ബഫർ സോൺ എന്ന് പറയാം. ഈ ബഫർ സോൺ എന്ന് പറയുമ്പോൾ ഓരോ സൂപ്പർ പവറും അവരുടെ പവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, എക്സേർട്ട് ചെയ്യുന്ന ആ ഏരിയ ആണ്. അതിന്റെ കൺട്രോൾ എടുക്കുന്നത് 2 ബിഗ് പവേഴ്സും അതേമാതിരി ന്യൂട്രൽ സോണും. ഇനി ആംസ് ആൻഡ് ഡിസാർമമെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ അക്യുമുലേറ്റ് ചെയ്യുക, ആംസ് റേസിൽ കൂടെ വെപ്പൺ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ളതാണ്. ഇവിടെ നമ്മളെ ഡിസാർമമെന്റ് വളരെ കാര്യമായിട്ട് റെഡ്യൂസ് ചെയ്യുകയും ഗ്രാജുവലി ആ ഓരോ വിധത്തിലുള്ള വെപ്പൺസിനെ ഡിഫൻസ് ആയിട്ടുള്ള മെക്കാനിസത്തിലേക്ക് കൊണ്ടുവരികയും ട്രീറ്റീസ് സൈൻ ചെയ്തു. CTBT, കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. അതേമാതിരി ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നത്. പിന്നെ ബാലൻസ് ചെയ്തു വരുന്നത് കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റിൽ കൂടെ ബ്രിട്ടൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളായിട്ട് മാറുകയും ഈ ന്യൂട്രൽ റോളിൽ കൂടിയും അതേമാതിരി അലൈഡ് ആയിട്ടുള്ള പാർട്ടീസ് കൂടി നെഗോഷിയേറ്റ് ചെയ്താണ് വരുന്നത്. ഇനി ഇതിന് നമ്മൾ ഒരു ഇവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ എത്രത്തോളം ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ബെനിഫിറ്റ് വന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ ഫേവറും ചെയ്യാം, അല്ലാണ്ടും പോകുന്നുണ്ട്. ഇനി ഇതിലെ BOPന്റെ റെലവൻസ് എന്താണെന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം ആ കാലഘട്ടങ്ങളിൽ മേജർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വന്നിരുന്നത് മുഴുവനും ഇമ്പീരിയലിസം, കൊളോണിയലിസത്തിനും അതിന്റെ ഡെവലപ്മെന്റിനെ പറ്റിയുമായിരുന്നു. തേർഡായിട്ട് നമ്മൾ പറയാൻ പറ്റും ഇത് ഡിസപ്പിയർ ചെയ്യുന്നു ഇന്റർനാഷണൽ അരീനയിൽ നിന്ന്. അപ്പൊ ഇങ്ങനെ നാലാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഓരോ ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ഓഫ് വാറാണ്. അഞ്ചാമതായിട്ട് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായി, അതിന്റെ റീജിയണൽ ആക്ടേഴ്സ് വന്നു, ഹാർമണിക്കും പീസിനും വേണ്ടി അവർ ശ്രമിച്ചു. ഇനി കളക്റ്റീവ് റെസ്പോൺസ്, കളക്റ്റീവ് ആയിട്ടുള്ള സെക്യൂരിറ്റി. അതായത് കളക്റ്റീവ് ആയിട്ടുള്ള സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അഗ്രഷൻ പാടില്ല, കളക്റ്റീവ് പവർ, എല്ലാ നേഷൻസും ഒരുമിച്ച്
ഒരു ഉദ്ദേശത്തോടെ ഒരു വാറ് ഉണ്ടാക്കാണ്ടിരിക്കാൻ അതിനാണ് നോക്കുന്നത്. അപ്പൊ ഇന്റർനാഷണൽ പീസ് ആൻഡ് കമ്മ്യൂണിറ്റി അതേമാതിരി ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഈ ഒരു കാരണവശാലും 2 എലിമെന്റ്സ് അവിടെ പറയുന്നുണ്ട്. 2 എലിമെന്റ്സ് എന്താന്ന് വെച്ചാല് കളക്റ്റീവ് സെക്യൂരിറ്റി ആൻഡ് കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു നേഷന്റെ സെക്യൂർ ആണ്, അതിന്റെ സുരക്ഷ. നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ലെവലിലുള്ള സെക്യൂരിറ്റി അർത്ഥം. ഇനി കളക്റ്റീവ് എന്ന് പറയുമ്പോൾ കൂട്ടായ്മയിൽ കൂടെയുള്ള ആ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഡീല്. അതിൽ നമ്മൾ എടുത്തു പറയുന്നു ഓൾ ഫോർ വൺ ഫോർ ഓൾ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കളക്റ്റീവ് ബേസിക് അസംഷൻസിൽ കൂടെ നമ്മൾ ആംഡ് കോൺഫ്ലിക്റ്റ് മെമ്പർ നേഷൻ സ്റ്റേറ്റ്സിൽ അഗ്രസീവ് ആകാൻ പാടില്ല, നേഷൻ സ്റ്റേറ്റ്സ് അഗ്രസീവ് ആകാൻ പാടില്ല. ഇങ്ങനെ പല വിധത്തിലുള്ള അഗ്രഷന്റെ ഒരു ലിമിറ്റേഷൻസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതില് കളക്റ്റീവ് സെക്യൂരിറ്റിയിൽ കൂടെ നമ്മൾ ഓരോ രാജ്യത്തിനെയും അവരുടേതായ പാരമ്പര്യത്തിൽ എക്സസ് ചെയ്തുകൊണ്ട് ഡിഫീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് സബോർഡിനേറ്റ് ആയിട്ട് കോമൺ ആയിട്ടുള്ള ഡിഫൻസ് മെമ്പർഷിപ്പ് വേണമെന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ പവർ മാനേജ്മെന്റ് ആണ്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ അക്നോളജ് ചെയ്യുക, ഏത് വിധത്തിലും യൂണിവേഴ്സലി ഭൂലോകം മുഴുവനും അഗ്രസീവ് ആയിട്ടുള്ള അതിനെ അക്നോളജ് ചെയ്യുക. മൂന്നാമതായിട്ട് പറയുമ്പോൾ ഓരോ നേഷനും കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഓരോ അഗ്രഷൻ അല്ലെങ്കിൽ അഭിനിവേശത്തിനെ നിർത്താനുള്ള കമ്മിറ്റ്മെന്റ് വേണം. നാലാമതായിട്ട് പറയുകയാണെങ്കിൽ വാർ ഉണ്ടാവാണ്ട് നോക്കണം. അപ്പോ അഞ്ചാമതായിട്ട് പറയുന്നതാണ് വാറാണ് എനിമി, സ്റ്റേറ്റ് അല്ല എനിമി. അപ്പൊ വാറ് കളക്റ്റീവ് ആയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ എന്ന് പറയുന്നു. ഇനി നമ്മൾ UN കളക്റ്റീവ് സെക്യൂരിറ്റി കോൺസെപ്റ്റിനെ പറ്റി എടുത്തു പറയണം. അതെന്താ വെച്ചാൽ പീസ് ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് UN തന്നെ ഉണ്ടാക്കിയത്. ആ ആക്ഷൻ, ആ ഒരു തരത്തിലുമുള്ള ആക്ഷൻ പാടില്ല, ത്രെട്ട് പാടില്ല, സമാധാനത്തിനുള്ള ത്രെട്ട് പാടില്ല, ആക്ട്സ് ഓഫ് അഗ്രഷൻ പാടില്ല. ഇതൊക്കെയാണ് UN കൗൺസിൽസ്, സെക്യൂരിറ്റി കൗൺസിൽ അസൈൻ ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ളത്. അതില് 13 ആർട്ടിക്കിൾസ് പറയുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 39 ഒരു ആക്ഷനും അഗ്രസീവ് ആയിട്ടുള്ള ആക്ഷനും സെക്യൂർ ഇന്റർനാഷണൽ പീസിൽ വരാൻ പാടില്ല. 40ാമത്തെ ആർട്ടിക്കിൾ പറയുന്നു ഒരു സ്റ്റേറ്റും ഫസ്റ്റ് സ്റ്റെപ്പ് വാറിന് ചെയ്യാൻ പാടില്ല, അഗ്രഷൻ അത് നടത്താൻ പാടില്ല. അങ്ങനെ 41, 42, 43, 44 തൊട്ട് 47 വരെ, 44 തൊട്ട് 47 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നത് പ്രൊസീഡിങ്സ് ആണ്. റേസിങ്, മെയിൻറ്റെയിനിങ്, യൂസിങ് UN പീസ് കീപ്പിംഗ്, അതായത് കളക്റ്റീവ് ആയിട്ടുള്ള സെക്യൂരിറ്റി ആക്ഷൻ. അപ്പൊ ഇങ്ങനെ പല വിധത്തിലുള്ള ആക്ഷൻസ് വഴിയാണ് കളക്റ്റീവ് സെക്യൂരിറ്റി ആദ്യമായിട്ട് ഉപയോഗിച്ചത്. 1950 കൊറിയൻ ഇഷ്യൂ വന്നപ്പോഴാണ്. അത് സുയസ് കനാലും 56 അഗൈൻ സുയസ് കനാൽ ക്രൈസിസ് വന്നപ്പോൾ ഉണ്ടാക്കിയായിരുന്നു. ഇനി ഇതിനെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ കളക്റ്റീവ് ആയിട്ടുള്ള സെക്യൂരിറ്റിനെ വാറ് ഒരു മീൻസ് അല്ല ടു സെക്യൂർ പീസ് എന്ന് നമ്മൾ പറയണം. അത് മാത്രമല്ല ഹൈ പ്രോബബിലിറ്റി ഇവിടെ വരുന്നത് ന്യൂട്രൽ ആയിട്ട് ഇരിക്കാനും മേജർ പ്രോബ്ലം ആയിട്ട് UN കണ്ടുപിടിച്ചിട്ടുള്ളത് ഒരു പെർമനന്റ് ഇന്റർനാഷണൽ ഫോഴ്സും എൻഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് സെക്യൂരിറ്റി കൗൺസിൽ വെക്കുക എന്നുള്ളതാണ്. ഈ പ്രോസസ്സ് ഇത്തിരി സ്ലോ ആണ്, സമയമെടുക്കുന്നതാണ്. അപ്പോൾ ഇന്റർനാഷണൽ ലെവലിലെ പീസ് കീപ്പിംഗ് ആണ് റേസ് ചെയ്യും. അതിനെ വളരെ കളക്റ്റീവ് ആയിട്ടുള്ള സെക്യൂരിറ്റിനെ ഡേഞ്ചറസ് ആക്കി അത് വളർന്ന് വന്ന ഒരു ഗ്ലോബൽ വാറായിട്ട് വരാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഈ സെക്യൂരിറ്റി ഡിവൈസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. ക്രൈസിസ് മാനേജ്മെന്റ്, എങ്ങനൊരു ക്രൈസിസ് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യുക. ആ ക്രൈസിസ് മാനേജ്മെന്റ് വഴി ഒരു വാർ ഉണ്ടാവാണ്ട് ലോക സമാധാനം കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഓരോ സ്റ്റേറ്റിന്റെയും ഇന്റർനാഷണൽ സിസ്റ്റത്തിനെ ഗവേൺ ചെയ്തെടുത്തതും അതേമാതിരി നാഷണൽ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്നതിനാൽ മാത്രമാണ് പരസ്പരമായിട്ടുള്ള ധാരണകളിൽ കൂടെ പരസ്പരമായ നാഷണൽ
പവറിൽ കൂടെ അവരുടെ ഇൻട്രസ്റ്റ് ഹൈ റേറ്റ് കുറയ്ക്കാനും അതേമാതിരി തന്നെ ഒരു കാരണവശാലും ഇന്റർനാഷണൽ ഓർഡറിനെ ഡിസ്റപ്റ്റ് ചെയ്യാനും ബാലൻസ് ഓഫ് പവർ ഞാൻ പറഞ്ഞു, ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, കളക്റ്റീവ് ആയിട്ടുള്ള മെക്കാനിസം പറഞ്ഞു, അതിൽ കൂടെ ഹാർമണിയും പീസും ഇന്റർനാഷണൽ ലെവൽ കൊണ്ടുവരണം എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ അവസാനമായിട്ട് പറയുന്നത്. നന്ദി. അത് എഫർട്ട് എടുത്ത് നന്ദി, നമസ്കാരം.